നമ്മൾ ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. രാജ്യ തലസ്ഥാനത്തുൾപ്പെടെ മോക്ക് ഡ്രിൽ പുരോഗമിക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ 14 ജില്ലകളിലും മോക്ക് ഡ്രില്ലുണ്ട്. കൊച്ചിയും തിരുവനന്തപുരത്തും ഉറപ്പായും ആ മോക്ക് ഡ്രിൽ നടത്തണം എന്ന് കേന്ദ്രം നിർദ്ദേശിച്ച 2 സ്ഥലങ്ങളാണ് തിരുവനന്തപുരവും കൊച്ചിയും. അതുൾപ്പെടെ 14 ജില്ലകളിലും മോക്ക് ഡ്രിൽ നടക്കുകയാണ്. രാജ്യത്ത് 259 കേന്ദ്രങ്ങളിൽ നടക്കുകയാണ്. ഡൽഹിയിൽ 4:05 തന്നെ 4 മണിക്ക് തന്നെ സൈറൺ മുഴങ്ങി. ഡൽഹിയിലും മോക്ക് ഡ്രിൽ നടക്കണം. രാവിലെ ഡൽഹിയുടെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ രാവിലെ ഒരു മോക്ക് ഡ്രിൽ നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഡൽഹിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രിൽ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിൽ സൈറൺ മുഴങ്ങിയില്ല. മോക്ക് ഡ്രിൽ തുടങ്ങിയ നിർദ്ദേശം നൽകുന്നത് മൈക്കിലൂടെയാണ് എന്ന് ഞങ്ങളുടെ പ്രതിനിധി രാഹുൽ സുരേഷ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എന്തെങ്കിലും സാങ്കേതിക തകരാറൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം ഒരു സൈറൺ മുഴങ്ങാതിരിക്കുക, അത്തരം ഈ എയർ അറ്റാക്ക്, എയർ റെയ്ഡ് ഉണ്ടാകുമ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകുന്നതിനൊക്കെ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചൊക്കെ മുന്നോട്ട് പോകാനൊക്കെ ഈ മോക്ക് ഡ്രിൽ സഹായകമാകും. അതുകൊണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും അത് പുരോഗമിക്കുകയാണ്. ജനങ്ങൾ എങ്ങനെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ബിഹേവ് ചെയ്യേണ്ടത്, പെരുമാറേണ്ടത് എന്നതൊക്കെ ഈ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് വിശദമായി തന്നെ കാണിച്ചു തരുന്നുണ്ട്. അത് പൊതു ഇടങ്ങളിൽ, അതുപോലെ തന്നെ വീടുകളിലൊക്കെ ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ഒക്കെ അതിന് പ്രത്യേക പ്രോട്ടോക്കോൾ ഉണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത് വിശദീകരിക്കുകയാണ് ഈ മോക്ക് ഡ്രില്ലിലൂടെ.